പാലക്കാട് ദിവസം കാത്തിരുന്ന ആ ഒരു നിമിഷം അവസാനം എത്തി. പാലക്കാട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ 4ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തി. പക്ഷേ തൃശ്ശൂർ തന്നെയാണ് മുന്നിൽ. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ പോയിന്റ് നിലയൊക്കെ ഇതിലും മാറി മറിയും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഈ പോയിന്റ് നില മൊത്തം മാറി മറിയാം. എന്തായാലും മത്സരം തുടരുന്നുണ്ട്. ഇപ്പോൾ ജോസഫും രേണുകയും അവിടെ കൂടുതൽ കുട്ടിപ്പട്ടാളവുമായി തയ്യാറാണ്. ഇത്തവണ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കുട്ടികളാണെന്ന് തോന്നുന്നു കൂടെ ഉള്ളത്. എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. രേണു, ജോസഫ്, കുട്ടികൾ ആരൊക്കെയാണ് പരിചയപ്പെടുത്താം? നമ്മുടെ കൂടെ ഉള്ളത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികളാണ്. അതുല്യ പറഞ്ഞതുപോലെ 3-ാം തീയതി തൊട്ട് കലോത്സവം തുടങ്ങി 3-ാം തീയതി തൊട്ട് അവർ ഇന്ന് സമാപന ദിവസം വരെ ഇവിടെ ഊർജ്ജമായിട്ട് പണിയെടുക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ കുട്ടികളുടെ മേള ആഘോഷിക്കുന്ന ഒരു കലോത്സവമാണ്. കുട്ടികളുടെ മേള ആഘോഷിക്കേണ്ടത് എന്നൊരു സന്ദേശം കൂടിയാണ് ഇവരുടെ ഈ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃക ആക്കുന്നത്. എന്തായാലും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം തന്നെയാണ്. ഈ വെയിൽ എന്താണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ വെയിലത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പണിയല്ല. അതുകൊണ്ട് തന്നെ വിലമതിക്കാതിരിക്കാനും നിർവാഹമില്ല. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഈ സാറിന്റെ കഴുത്തിലെ ഈ എംബ്ലം നല്ല രസമുണ്ടല്ലേ? ജിഷ്ണു, ഇതൊന്ന് കാണിച്ചു കൊടുത്ത്. ഇതെന്താ സാറേ ഈ എംബ്ലം കൊണ്ട് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ചിഹ്നമാണ്. നമ്മൾ ഈ 3 കൈ ഉയർത്തി കാണിക്കുന്നത്. സല്യൂട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. ഇത് ഈ ചെറിയവരെ വലിയൊരു സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്, സുരക്ഷ. അപ്പോൾ ഈ നമ്മുടെ ഈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഏതൊരു സ്കൗട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സ്കൗട്ടാണ്. അപ്പം യൂണിഫോം തന്നെ വേണമെന്നില്ല, യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സ് പോയാലും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്കൗട്ടാണ് എന്ന് പറയും. അപ്പോൾ ഇതിലെ വലിയൊരു സംരക്ഷിക്കും, വലിയവർ ചെറിയവരെ സംരക്ഷിക്കുന്നു. ഇതിൻ്റെ കൂട്ടായ്മയാണ്. നമ്മുടെ പ്രതിജ്ഞയുടെ 3 ഭാഗങ്ങളാണ് ഈ 3 വിരൽ. കലോത്സവ മേളയിൽ ഒരു സുരക്ഷ കുട്ടികൾ ഉറപ്പാക്കുന്നു ആ ചിഹ്നത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ വലിയവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഈ ചെറിയ കുട്ടികളാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏത് ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് സാർ? ഇത് നെയ്യാറ്റിങ്കര ബാച്ചാണ്. ഇത് നെയ്യാറ്റിങ്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. പല സ്കൂളുകളുണ്ട്. PKS കഞ്ഞിരങ്ങളുണ്ട്, MBHS അരിമാനൂരുണ്ട്, കുളത്തുമൽ സ്കൂളുണ്ട്, മൈലച്ചൽ സ്കൂളുണ്ട്, അരുമാനൂർ നെല്ലിമൂട് ന്യൂ HS നെല്ലിമൂടുണ്ട്. പിന്നെ ഇങ്ങനെ പല സ്കൂളിലെ കുട്ടികളാണ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. ഇവർ ഇന്നലെ 8:30 മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഈ പാചക കൗണ്ടറിലുണ്ട്. ഇന്നലെ ഫുഡൊക്കെ കഴിച്ചു. ഡ്യൂട്ടി ചെയ്തു. ഒരു ഡ്യൂട്ടി കഴിഞ്ഞവരാണ്. ആദ്യത്തെ 4-ാം തീയതി മുതൽ ഡ്യൂട്ടി കഴിഞ്ഞവരാണ്. അതിനുശേഷം വീണ്ടും ഇന്നലെ വന്നു, വീണ്ടും അവരെ തുടങ്ങി. വീട്ടിൽ പോയായിരുന്നു? ഇല്ല, പോയില്ല. ഇവിടെ തന്നെ നമ്മളെ പോലെ തന്നെ ഇവരും സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഒരു ഓഫീസുണ്ട്, സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ ഇവിടെ താമസം ഉണ്ടായി. ഇന്നലെ 12 മണിക്കാണ് ഇവിടെ ഇന്നലെ പോയത്. രാവിലെ 6:30 ഇവിടെ വരികയും ചെയ്തു. വളരെ കുറെ കലാകാരന്മാരും കൂടി ഒളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടി ഒന്ന് കണ്ടെത്തണം. കാരണം ഇതൊരു കലകളുടെ മേളമാണല്ലോ. കലകളുടെ മേളയിൽ എത്തുമ്പോൾ എവിടെ നോക്കിയാലും ഒരു പാട്ട്, ഒരു താളം പിടിക്കുന്ന ഒരു കൈയുണ്ട്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ 2 പേരെ പൊക്കിയിട്ടുണ്ട്. ജോസഫിന്റെ പുറകിൽ ഇങ്ങനെ 2 പേരിങ്ങനെ ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ്. വായോ, ഇവര് 2 പേരും കലാകാരന്മാരാണ്. നമ്മൾ കൂട്ടത്തിൽ പോരുമ്പോ ആരാ പാട്ട് പാടുന്നതെന്ന് ചോദിക്കുമ്പോഴേ ഇവനാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ ഓടത്തില്ലേ, അതേപോലെ 2 പേരും പെട്ടുപോയി കേട്ടോ. 2 പേരെ ചൂണ്ടിക്കാണിച്ചു. 2 പേര്. അപ്പൊ ഇവരൊക്കെ യുവമാരൊക്കെ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നു, ഞാനല്ലെന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഡാൻസുകാരും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ടായാലോ? ഏത് പാടാ? ഇവരും ARMലെ പാട്ട് തന്നെയാണ് പാടുന്നത്. ഓക്കെ അല്ലേ? എല്ലാരും ARM ആണ് ഇപ്പൊ ട്രെൻഡിങ് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കണ്ണുയിൽ ചെല്ലവുമായി താഴെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുലൊരാൾ ചിലർക്കും ചില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെച്ചിലയിട്ടു വയ്ക്കാം കുഞ്ഞിളമ്പാവേ. കഥ കേട്ടു മെല്ലെ മിഴിതൂകിൽ മാറിൽ ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് വളര്.
എല്ലാരും കൂടെ അതെ ഉയർന്നു വാത് ഒരാളെ എന്തായാലും ഉയർന്നു വരും. എല്ലാവർക്കും ഉള്ളിലും ഒരു പാട്ടുണ്ട്. ആദ്യം എല്ലാരും മടിച്ചാലും ഒന്ന് താളം കിട്ടും. ഞാൻ ഒരുത്തൻ പാട്ടൊക്കെ പാടും ഇങ്ങനെ ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇപ്പോൾ ഈ കുട്ടികളും പാടിയത്. ARM എന്തായാലും കലോത്സവ വേദിയിലും ഹിറ്റാണ് എന്ന് തോന്നുന്നു. ഇത്രയും ദിവസം പാടുന്നവരെല്ലാം ആദ്യ ദിനം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് തന്നെയാണ് ഇത്. എന്തായാലും കൂടുതൽ ഇതുപോലെ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ കണ്ടെത്തുക. വേദികളിൽ എത്താതെ ഇത്തരത്തിൽ ഡ്യൂട്ടികളുടെയും ഉത്തരവാദിത്തത്തിന്റെയും ഒക്കെ ഒപ്പം ഓടി നടക്കുന്ന നിരവധി കലാകാരന്മാരും കലാകാരികളും ഈ കലോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട്. SPCയിലായിട്ടും NCCകളായിട്ടും NSS വോളണ്ടിയേഴ്സായും റെഡ് ക്രോസ് ആയും എല്ലാം അവരെയൊക്കെ കണ്ടെത്തുക. ഇപ്പോൾ കാളിദാസരും രേണുകയും അവിടെ വലിയൊരു സംഘവുമായി റെഡിയാണ്. രാവിലെ തന്നെ